ഓസ്ട്രേലിയക്കെതിരെ ഒന്നാം ടെസ്റ്റ് മത്സരത്തിൽ തകർപ്പൻ ജയം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യ. പെർത്ത് ടെസ്റ്റിന്റെ 4-ാം ദിവസം 295 റൺസിനാണ് ഇന്ത്യ വിജയം സ്വന്തമാക്കിയത്. ആദ്യ ഇന്നിംഗ്സിൽ തകർച്ച നേരിട്ടിട്ടും ടീമിനെ വിജയവഴിയിലേക്ക് തിരിച്ചെത്തിച്ച ബുംറയുടെ പോരാട്ട വീര്യം പെർത്ത് ടെസ്റ്റിനെ അവിസ്മരണീയമാക്കി മാറ്റി. താൽക്കാലിക നായകനായി എത്തിയ ബുംറ ആദ്യ ഇന്നിംഗ്സിൽ ഓസീസ് ബാറ്റിംഗ് നിരയെ കടപുഴക്കി. ടീമിനെ മത്സരത്തിലേക്ക് തിരിച്ചെത്തിച്ച ബുംറയുടെ കരുത്ത് ഇന്ത്യൻ ബാറ്റർമാർക്ക് കൂടി ആവേശം പകർന്നു. അങ്ങനെ ടെസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും മികച്ച തിരിച്ചുവരവുകളിൽ ഒന്നിനാണ് പെർത്ത് സാക്ഷിയായത്. ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരുപാട് പോസിറ്റീവ് കാര്യങ്ങൾ നിറഞ്ഞ മത്സരം. ബുംറയുടെ വിക്കറ്റ് വേട്ട, ഹർഷിത് റാണയുടെയും മുഹമ്മദ് സിറാജിന്റെയും തകർപ്പൻ പ്രകടനം, യശസ്വി ജയ്സ്വാളിന്റെയും വിരാട് കോഹ്ലിയുടെയും സെഞ്ചുറി, KL രാഹുലിന്റെ അവസരോചിതമായ ഇന്നിംഗ്സുകൾ, ഇതെല്ലാം പെർത്തിലെ ആവേശ കാഴ്ചകളായി മാറി. ആദ്യ ദിവസം പെർത്ത് ശരിക്കും പേസർമാരുടെ പറുദീസയായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ബുംറയുടെ തീരുമാനം പാളിയോ എന്നായിരുന്നു ഇന്ത്യൻ ബാറ്റിംഗ് കണ്ടവരെല്ലാം ചിന്തിച്ചത്. മുൻനിര ബാറ്റർമാരായ യശസ്വി ജയ്സ്വാളും ദേവദത്ത് പടിക്കലും അക്കൗണ്ട് തുറക്കാനാകാതെ മടങ്ങി. നിതീഷ് റെഡ്ഡിയും ഋഷഭ് പന്തും KL രാഹുലും പൊരുതി നോക്കിയെങ്കിലും ഇന്ത്യൻ സ്കോർ 150 റൺസിൽ അവസാനിച്ചു. ഓസീസ് ആധിപത്യം സ്വപ്നം കണ്ടവരുടെ മേൽ തീ തുപ്പുന്ന പന്തുകളുമായി ഇന്ത്യൻ ക്യാപ്റ്റൻ ബുംറ ആഞ്ഞടിക്കുന്നതാണ് പിന്നീട് കണ്ടത്. ഓസീസ് ഓപ്പണർമാരുടേതടക്കം 4 വിക്കറ്റുകളാണ് ആദ്യ ദിവസത്തിൽ തന്നെ ബുംറ വീഴ്ത്തിയത്. ആദ്യ ദിനം കളി അവസാനിക്കുമ്പോൾ 7 വിക്കറ്റ് നഷ്ടത്തിൽ 67 റൺസ് എന്ന നിലയിലായിരുന്നു ഓസ്ട്രേലിയ. രണ്ടാം ദിവസം കളി തുടങ്ങി തന്റെ ആദ്യ പന്തിൽ തന്നെ ഓസ്ട്രേലിയയുടെ അവസാന പ്രതീക്ഷയായിരുന്ന അലക്സ് കാരിയെ ബുംറ പുറത്താക്കി. മിച്ചൽ സ്റ്റാർക്ക് ചെറുത്തു നിന്നെങ്കിലും ഓസ്ട്രേലിയൻ സ്കോർ 104 റൺസിൽ അവസാനിച്ചു. ഇന്ത്യക്ക് 46 റൺസ് ലീഡ്. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യക്ക് വേണ്ടി മികച്ച ഓപ്പണിംഗ് കൂട്ടുകെട്ടാണ് യശസ്വി ജയ്സ്വാളും KL രാഹുലും ചേർന്ന് പടുത്തുയർത്തിയത്. 77 റൺസ് എടുത്ത KL രാഹുലിന്റെ വിക്കറ്റ് നഷ്ടപ്പെടുമ്പോഴേക്കും ഇന്ത്യൻ സ്കോർ ബോർഡ് 200 കടന്നിരുന്നു. മികച്ച രീതിയിൽ ബാറ്റ് വീശിയ ജയ്സ്വാൾ 161 റൺസ് എടുത്താണ് പുറത്തായത്. ഇരുവരും പുറത്തായതിനു ശേഷം ഇന്നിംഗ്സിന്റെ കടിഞ്ഞാൺ വിരാട് കോഹ്ലി ഏറ്റെടുത്തു. കോഹ്ലി സെഞ്ചുറി അടിച്ച ശേഷം ഇന്ത്യ ഇന്നിംഗ്സ് ഡിക്ലെയർ ചെയ്തു. 534 റൺസ് പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഓസ്ട്രേലിയയെ വീണ്ടും ഇന്ത്യൻ പേസർമാർ വെരിഞ്ഞു മുറുക്കി. 238 റൺസിന് ഓസ്ട്രേലിയ ഓൾ ഔട്ട് ആയതോടെ പെർത്തിൽ 295 റൺസിന്റെ ചരിത്ര വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത്. രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസ് നിരയിൽ പൊരുതി നിന്ന ട്രാവിസ് ഹെഡിന്റെ നിർണായക വിക്കറ്റും ബുംറ വീഴ്ത്തി. 89 റൺസ് എടുത്ത ഹെഡിന്റെ വിക്കറ്റ് വീണതോടെ ആവേശകരമായ ആഘോഷ പ്രകടനമാണ് ബുംറയും വിരാട് കോഹ്ലിയും ചേർന്ന് നടത്തിയത്. 3 വിക്കറ്റുകൾ വീതം വീഴ്ത്തിയ ബുംറയും മുഹമ്മദ് സിറാജുമാണ് ബോളിംഗ് നിരയിൽ തിളങ്ങിയത്. വാഷിംഗ്ടൺ സുന്ദർ 2 വിക്കറ്റുകൾ വീഴ്ത്തി. 2 ഇന്നിംഗ്സുകളിലുമായി 8 വിക്കറ്റുകൾ വീഴ്ത്തിയ ക്യാപ്റ്റൻ ബുംറയാണ് കളിയിലെ താരം. ഡിസംബർ 6 അഡ്ലൈഡിലാണ് ഇന്ത്യ ഓസ്ട്രേലിയ രണ്ടാം ടെസ്റ്റ് മത്സരം.